വെടിനിർത്തൽ ധാരണ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായുള്ള രണ്ടാം വട്ട ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നു. സമാധാനം ഉറപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടയിലും യുഎസിനോട് ഇറാൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഹോർമൂസിൽ ഇറാനിയൻ കപ്പൽ US സേന പിടിച്ചെടുത്ത പശ്ചാത്തലത്തിലാണ് ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞു. ചർച്ചകൾ നടക്കില്ലെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ഇറാനെ അനുനയിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടലുകളും നടക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന ഔദ്യോഗിക പ്രതികരണം ഇറാൻ നൽകിയിട്ടില്ല. ഹോർമൂസിലെ ഇടപെടലിൽ ഇറാൻ കടുത്ത അതൃപ്തിയിലാണെന്ന് വ്യക്തം. അമേരിക്കയുടെ നടപടിയിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും പ്രതികരിച്ചു. വെടിനിർത്തലിനിടയിലും ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിലും പാക് ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലും പാകിസ്ഥാനിലെ ഇറാൻ അംബാസിഡർ വഴിയും സമാധാന ചർച്ച നടത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഹോർമൂസിൽ അമേരിക്ക കപ്പൽ പിടിച്ചെടുത്തതിനു പിന്നാലെ തന്നെ ഉടനടി തിരിച്ചടിക്ക് സജ്ജമായി കഴിഞ്ഞു. ഇറാനിയൻ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത US നടപടി കടൽ കൊള്ളയാണെന്ന് ഇറാൻ നേതൃത്വം വിമർശിച്ചു. രണ്ടാം വട്ട സമാധാന ചർച്ചകളിൽ നിന്നും ഇറാൻ വിട്ടുനിന്നേക്കുമെന്ന സൂചനകൾക്കിടെ നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്ക. സമാധാന കരാറിന് ഇറാൻ ഉടൻ തയ്യാറാകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ നാവിക ഉപരോധം അവസാനിപ്പിക്കില്ലെന്നും ഉപരോധം ഇറാനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ സമ്മർദ്ദവുമില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടിക്ക് ഇസ്രയേൽ പ്രേരിപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ ട്രംപ് തള്ളി. ഇറാനുമായുള്ള യുദ്ധത്തിന് ഇസ്രയേൽ ഒരിക്കലും പ്രേരിപ്പിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.